Good afternoon. Okay, good afternoon, Jasila. Okay, Lechu, good afternoon. Ramsey, Anisha Saji, Sudhi Akhil, Adira, good afternoon. Lechu. Okay, Manu, Fatima, Suhaina, and Lakshmi. Yes, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓക്കെ ലസീജ ഓക്കെ സിമി വി യു വി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സബ്ജക്റ്റ് എന്തായിരുന്നു? സീരിയൽ ആയിരുന്നു. ഓക്കെ 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 സീരിയൽ. ഞാൻ സബ്ജക്റ്റ് വിട്ടുപോയായിരുന്നു. യെസ്, പ്രേംകുമാർ എന്ന് പറയുന്ന ഓക്കെ മിസ് പ്രേംകുമാർ എന്ന് പറയുന്ന സിനിമ ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്നുള്ള വിഷയമായിരുന്നു നമ്മളന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. റൈറ്റ്? ഓക്കെ 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 യെസ്. ഓക്കെ ഓക്കെ സുഖയ്യ. ഓക്കെ 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 അപ്പൊ നമുക്ക് പുതിയൊരു വിഷയത്തിലോട്ട് വരാം. അതിനു മുമ്പ് നമ്മൾ ടെൻസിനെ കുറിച്ച് ഒന്നുകൂടെ കാര്യങ്ങൾ കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ വരാം. അപ്പൊ നമ്മൾ രണ്ട് ടെൻസുകളെ കുറിച്ച് പറഞ്ഞ് നമ്മൾ നിർത്തി. ഒന്ന് പ്രസന്റ് കണ്ടിന്യൂസും ഒന്ന് പാസ്റ്റ് കണ്ടിന്യൂസും. അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി അതില് ഒരു കാര്യം കൂടിയുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ആ ടെൻസിന്റെ പേരാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം ആ ഫ്യൂച്ചർ കണ്ടിന്യൂസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നത്? ഫ്യൂച്ചർ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് പറയാം ഭാവിയെ കുറിച്ച് പറയുന്നതാണ് ഫ്യൂച്ചർ. ആൻഡ് കണ്ടിന്യൂസ് ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ, തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. അപ്പോ ഭാവിയില് ഇതേ സമയത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയുന്നതാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത് ഭാവിയിൽ. അപ്പൊ അത് നമ്മൾ ഒരു കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ 1:35 നാളെ ഇതേ സമയം 1:35 ഞാൻ ഉറങ്ങുകയായിരിക്കും. അപ്പൊ ഇന്നിപ്പോ ഈ സമയമായി നാളത്തെ കാര്യം നമ്മൾ ഉറങ്ങും എന്നല്ല, ഈ സമയത്ത് ഞാൻ ഉറങ്ങുകയായിരിക്കും. അപ്പൊ നമുക്കത് എങ്ങനെ പറയാനായിട്ട് സാധിക്കും? ആയിരിക്കും എന്നുള്ള അർത്ഥത്തിൽ എങ്ങനെ പറയാനായിട്ട് സാധിക്കും? ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് പറയുന്നത്. വെരി ഗുഡ് ലച്ചു, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ അത് നമുക്ക് പറയാം. ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാൽ, വിൽ ഓർ ഷാൽ. അത് കഴിഞ്ഞതിന് ശേഷം ബി, ബി. പിന്നെ വെർബിന്റെ കൂടെ എഴുതി. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ING. അതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ സ്ട്രക്ചറിന്റെ ഫോം. അപ്പൊ I will repeat it. Subject plus will or shall plus be plus verb plus ING. ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഒരു സബ്ജക്റ്റ് പറയാണ് ദേ. അത് കഴിഞ്ഞതിന് ശേഷം will or shall will ഉപയോഗിച്ചു, they will. പിന്നെ be ഉപയോഗിച്ചു, അപ്പൊ they will be. go എന്നുള്ളതിന്റെ കൂടെ ING കൂടി ചേർത്ത് they will be going. അവർ പോവുകയായിരിക്കും. ആ പോവുക എന്നുള്ളതിന് പകരം they will be working. അവർ ജോലി ചെയ്യുകയായിരിക്കും. you will be
ഡാൻസിങ്, നിങ്ങൾ നൃത്തം ചെയ്യുകയായിരിക്കും. ഷീ വിൽ ബി സിംഗിങ്, അവൾ പാടുകയായിരിക്കും. അപ്പൊ ആ അർത്ഥത്തിലാണ് നമ്മൾ വിൽ ബി, വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി എന്ന് പറയുന്ന ഫോം നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി പറയാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ആദ്യം സബ്ജക്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാല്, അത് കഴിഞ്ഞതിന് ശേഷം ബി, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ കൂടെ ഐ എൻ ജി. ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാമ്പിൾസ് ഇതേപോലെ പറയാമെന്നുണ്ടെങ്കിൽ പറയാം. നാളെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക, ഈ സമയത്ത് എന്തായിരിക്കും? അപ്പോ ഫാത്തിമ പറയുന്നു ഐ വിൽ ബി ട്രാവലിംഗ് നെക്സ്റ്റ് മന്ത്. ഓക്കെ ഓക്കെ, നാളെ എന്നുള്ള നെക്സ്റ്റ് മന്ത് ആയിരിക്കും. ഓക്കെ. മസിഹത്ത് പറയുന്നു ഐ വിൽ ബി ഡ്രൈവിംഗ് എ കാർ സൂൺ. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. ഐ വിൽ ബി ഡ്രൈവിംഗ് എ കാർ. യെസ്, ഐ വിൽ ബി ട്രാവലിംഗ്. ഓക്കെ. നാളെയോ മറ്റന്നാളോ അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ അടുത്ത വർഷമോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ സബ്ജക്റ്റ് വേണം, വിൽ അല്ലെങ്കിൽ ഷാല് വേണം, ബി വേണം, വെർബ് വേണം, കൂടെ ഐ എൻ ജി വേണം. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. ഇതാണ് അതിന്റെ ഫോം. അപ്പൊ രണ്ടുപേരും പറഞ്ഞു. വേറെ ആർക്കെങ്കിലും? സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. സിമി പറയുന്നു they will be attending a meeting. കറക്റ്റ് ആണ് സിമി, കറക്റ്റ് ആണ്. they will be attending a meeting. ആതിര പറയുന്നു I will be going to temple next day. ഓക്കെ ഓക്കെ. നസീജ പറയുന്നു I will be there tomorrow. ഓക്കെ, അത് കറക്റ്റ് ആണ് നസീജ. ഐ എൻ ജി ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല, കറക്റ്റ് ആണ് സെന്റൻസ്. I will be helping my mother to make breakfast. ഓക്കെ. I will be buying a property. Okay, Alona, correct. They will be working tomorrow. Okay, Sneha, correct. Mini Tivis പറയുന്നു he will be playing cricket. Correct. Amrita പറയുന്നു they will be renovating their house for next 3 months. Okay, 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 okay. Sudhi പറയുന്നു I will be working a job next month. I will be working. Work എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മന്ത്. ഓക്കെ. മല്ലു പറയുന്നു he will be going to Dubai next month. അനീഷ പറയുന്നു I will be going to a job tomorrow. സൗമ്യ പറയുന്നു, സൗമ്യ പറഞ്ഞത് വായിക്കാൻ പറ്റിയില്ല. സിമി വീണ്ടും പറയുന്നു I will be exercising in the park. ഓക്കെ. അപ്പൊ ഓക്കെ, അപ്പൊ ഞാനിപ്പോ അത് ആനിൻ പറയുന്നു they will be reading newspaper. ശരിയാണ് ആനിൻ റോഷൻ. ആൽഫിയ പറയുന്നു he will be writing letter tomorrow. correct. സുഹൈല I will be eating night. അപ്പൊ നൈറ്റ് ആയിരിക്കും. യെസ്. അമല് പറയുന്നു he will be playing football. correct. സൗമ്യ പറയുന്നു I will be working at this time tomorrow. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ആതിര I will be doing yoga. ഓക്കെ, ആതിര കറക്റ്റ് ആണ്. യെസ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. നസ്രിൻ പറയുന്നു I will be going to my home tomorrow. റോഷി പറയുന്നു I will be reading novel tomorrow. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. പോസിറ്റീവ് ടൈപ്പുള്ള വാചകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഇതിന്റെ നെഗറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പൊ നെഗറ്റീവ് വാചകങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് I will be going to the mall later today. ഓക്കെ, കറക്റ്റ് ആണ് വെച്ചു. അതിന് നെഗറ്റീവ് വാചകങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു നോട്ട് എന്ന് കൂടി ചേർത്താൽ മതി. മിനി തീമിസ് കറക്റ്റ് ആണ്. നോട്ട് ചേർക്കുമ്പോൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ വില്ലിന്റെയും ബിയുടെയും നടുക്ക് ചേർക്കാൻ നോട്ട്. വിൽ ബി നോട്ട് എന്ന് പറയരുത്, വിൽ നോട്ട് ബി എന്ന് പറയാം. വിൽ നോട്ട് ബി, അതാണ് കറക്റ്റ്. അല്ല, നോട്ട് വിൽ ബി എന്ന് പറയരുത്. വില്ലിന്റെയും ബിയുടെയും നടുക്കായിരിക്കണം നോട്ട് ചേർക്കേണ്ടത്.
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് എക്സാമ്പിളിന്റെ വീട്ടിൽ പറയുക, ഞാൻ പോവുകയായിരിക്കില്ല. ഐ വിൽ നോട്ട് ബി ഗോയിങ്. ഞാൻ ഉറങ്ങുകയായിരിക്കില്ല. ഐ വിൽ നോട്ട് ബി സ്ലീപ്പിംഗ്. നീ യാത്ര ചെയ്യുകയായിരിക്കില്ല. യു വിൽ നോട്ട് ബി ട്രാവലിംഗ്. അമൃത പറയുന്നു ഹി വിൽ നോട്ട് ബി ഡൂയിങ് ഔട്ട്. I will not be working on Saturday. They will not be working tomorrow. Sneha, Soumya, I will be working tomorrow. Will not be Soumya. Sudhi പറയുന്നു he will not be studying. നോട്ട് ചേർക്കുമ്പോൾ ബില്ലിന്റെയും ബിയുടെയും നടുവിൽ ഒരു നോട്ട് ചേർത്തുകൊണ്ട് നിങ്ങൾ പറയും. അപ്പൊ അത് നെഗറ്റീവ് ടൈപ്പ് വാചകമാണ്. പറഞ്ഞോളൂ. ഇനി വേറെ ആർക്കെങ്കിലും നേരത്തെ നിങ്ങൾ പറഞ്ഞു ബി തീമിസ് പറയുന്നത് ഹി വിൽ നോട്ട് ബി പ്ലേയിങ്. കറക്റ്റ് ആണ്. He will not be playing. Yes, Adina പറയുന്നത് I will not be waiting for you. Correct. I will not be waiting for you. Correct. ഞാൻ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരിക്കില്ല. She will not be. They will not be dancing. Okay. Alfia, Amrita, I will not be helping you. Soumya Suresh, hello. He will not be swimming. He will not be swimming tomorrow. Okay. They will not be participating in the competition. Roshni, it will not be raining tomorrow. Okay. That is our father. It will not be raining. I will not be calling her this evening. Nisha, I will not be going to tomorrow. Nandana, I will not be going with them. Yes, correct. എല്ലാവരുടെയും വാചകങ്ങൾ കൃത്യമാണ്, തെറ്റിയിട്ടൊന്നുമില്ല. യെസ്. അലോന പറയുന്നു ഐ ഷാൽ നോട്ട് ബി കുക്കിംഗ് അറ്റ് നൈറ്റ്. സുഹൈന ഐ വിൽ നോട്ട് ബി കൂടി ചേർത്തോളൂ. സുഹൈന ഐ വിൽ നോട്ട് ബി പ്ലേയിങ്. ഐ വിൽ നോട്ട് ബി പ്ലേയിങ്. ജിത്ത് പറയുന്നു ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ജഡ്ജ് യു. ഓ, നല്ല സന്ദേശങ്ങള്. ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ജഡ്ജ് യു. അപ്പൊ നമുക്ക് കറക്റ്റ് വാചകം തന്നെ ഭംഗിയിലാക്കുമ്പോ ഐ ആം നോട്ട് ഏബിൾ ടു ജഡ്ജ് പ്രസന്റിൽ പറയുമ്പോൾ അതാണ് കറക്റ്റ്. ഐ വിൽ നോട്ട് ബി അറ്റൻഡിങ് ഓൺലൈൻ ക്ലാസ്. എസ്റ്റഡ് എന്ന് പറയരുത്. സൗമ്യ മാറുന്നതാക്കാം. ഇത് വരാൻ പോകുന്ന സംഭവം. അപ്പൊ എസ്റ്റഡ് എന്ന് പറയരുത്. ഇത് മാറുന്നതാണ്. ഓക്കെ. Divya, she will not be going there. Alfia, I will not be taking examination. Soumya, I will not be participating in the program tomorrow. Simi, he will not be driving tomorrow. Asim പറയുന്നു I will not be eating at today. Message പറയുന്നു I will not be singing today. I will not be singing today. Correct. Yes. അപ്പോ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിനകത്ത് ഒരു വാചകം കൂടി നമ്മൾ ചേർക്കുകയാണ്. അത് അതിന്റെ ഇൻട്രോഗേറ്റീവ് അഥവാ ക്വസ്റ്റ്യൻ മോഡലുള്ള വാചകങ്ങൾ. അങ്ങനെ ക്വസ്റ്റ്യൻ പോലെ നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ചോദിക്കുമ്പോൾ വിൽ അല്ലെങ്കിൽ ഷാല് ആദ്യം പറയും. ഐ വിൽ നോട്ട് ബി ദ ബെസ്റ്റ് ടീച്ചർ. ഓക്കെ. ദി ബെസ്റ്റ് എന്നാക്കണോടെ ദിയോട് വരും. ഓക്കെ. ഐ വിൽ നോട്ട് ബി സിറ്റിംഗ്. ഓക്കെ. സജീർ കറക്റ്റ് ആണ്. യെസ്. അപ്പൊ നമുക്ക് പറയാം ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ ക്വസ്റ്റ്യൻ പോലെയുള്ള വാചകങ്ങൾ, ക്വസ്റ്റ്യൻ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ വിൽ അല്ലെങ്കിൽ ഷാല് ആദ്യം പറയും. അത് കഴിഞ്ഞ് വില്ല് അല്ലെങ്കിൽ ഷാല് കഴിഞ്ഞതിന് ശേഷം സബ്ജക്റ്റും കൂടി കഴിഞ്ഞിട്ട് ബി ചേർക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ പോവുകയായിരിക്കുമ്പോ വിൽ യു ബി, അല്ലാണ്ട് വിൽ ബി യു എന്ന് പറയരുത്. വിൽ യു ബി ഗോയിങ്. എന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞത് വിൽ യു ബി ഗോയിങ്. നിങ്ങൾ പോവുകയായിരിക്കുമ്പോ. അവൾ വരികയായിരിക്കുമ്പോ വിൽ ഹി ബി കമ്മിങ്. വിൽ ഷീ ബി കമ്മിങ്. അവൾ ഉറങ്ങുകയായിരിക്കും വിൽ ഷീ ബി സ്ലീപ്പിംഗ്. വിൽ ഷീ ബി സ്ലീപ്പിംഗ്. അവൾ ഉറങ്ങുകയായിരിക്കുന്നു. അവൾ പഠിപ്പിക്കുകയായിരിക്കുന്നു വിൽ ഷീ ബി ടീച്ചിങ്. വിൽ ഷീ ബി ടീച്ചിങ്. അവൻ പഠിക്കുകയായിരിക്കുമോ വിൽ ഹി ബി സ്റ്റഡിയിങ് അല്ലെങ്കിൽ വിൽ ഹി ബി ലേണിംഗ്. സാറേ ഇത് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടണോ? വേണം. ചോദ്യമോ? ഓക്കെ വേണം.
അപ്പൊ റോഷിനി പറയുന്നു വിൽ ദേ ബി റൈറ്റിംഗ്, അവർ എഴുതുകയായിരിക്കുമോ? കറക്റ്റ് ആണ്. സ്നേഹ പറയുന്നു വിൽ യു ബി കംപ്ലീറ്റിംഗ് ദ വർക്ക്. വിൽ യു ബി കംപ്ലീറ്റ് അവിടെ എയിംചൂട് ചേർത്തു സ്നേഹ, അതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആവുള്ളൂ. അല്ലെങ്കിൽ വിൽ യു കംപ്ലീറ്റ് ദ വർക്ക് എന്ന് പറഞ്ഞാൽ ശരിയല്ല. സജീർ പറയുന്നു വിൽ ഷീ ബി ഡാൻസിങ്, അതിന് വിൽ ദേ ബി സ്റ്റഡിങ്. വസീദ് വിൽ ഷീ ബി പ്ലേയിങ് പിയാനോ, വിൽ ഷീ ബി ഡാൻസിങ്. സുഹൈന will they be doing, will Fatima will they be studying? Okay. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൂടി ഇടണം. ഒരു ചോദ്യം കൂടി അവിടെ കണ്ടിട്ട് വായിക്കാൻ പറ്റിയില്ല. വിൽ ഷീ ബി പ്ലേയിങ്, കറക്റ്റ് ആണ് ദിവ്യ. വിൽ യു ബി വെയിറ്റിംഗ് ഫോർ മീ? ഓക്കെ, സ്നേഹ കറക്റ്റ് ആണ്. വിൽ യു പുഷിംഗ് ദ ഡോർ? ഐ ചേർക്കുക. അലോന ഷാൽ ഐ കം വിത്ത് യു? കറക്റ്റ് ആണ്, പക്ഷെ ഐ ഫ്യൂച്ചർ കണ്ടിന്യൂസ് അല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. നസീജ വിൽ യു ബി വെയിറ്റിംഗ്? സിമി ഷാൽ ഐ ബി കുക്കിംഗ് ഫുഡ്? ജിത്തു വിൽ യു ബി ഹോം അറ്റ് നൈറ്റ്? അത് നമുക്ക് വേണമെങ്കിൽ വിൽ യു ബി കമ്മിങ് ഹോം എന്ന് ആക്കാം. അപ്പൊ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അതിന് വിൽ യു ബി പ്രേയിങ്? യെസ്, വിൽ യു ബി പ്രേയിങ്. വിൽ ദേ ബി ജഡ്ജിങ് മീ? വിൽ ദേ ബി ജഡ്ജിങ്? അമൃത will you be studying for your examination? Okay, Amrita. Yes. Okay. അപ്പോ വസീത് പറയുന്നു will I be getting promotion this year? Okay. മിനി പറയുന്നു will you be wearing sari? Okay, ശരിയാണ്. Okay. will you be laughing? ശരിയാണ്. ലച്ചു പറയുന്നു what are you will our class finish? Okay, yes. സെന്റൻസ് കറക്റ്റ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് അല്ലാന്ന് മാത്രമേ സെന്റൻസ് കറക്റ്റ് ആണ് ലച്ചു. യെസ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അനീഷ പറയുന്നത് വിൽ ഹി ബി പ്ലേയിങ്? കറക്റ്റ്. അനീഷ ഷാജി, യെസ്. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ ടെൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ നെഗറ്റീവ് ടൈപ്പ് വാചകങ്ങൾ പറഞ്ഞു. അതിന്റെ ക്വസ്റ്റ്യൻ വാചകങ്ങളും നമ്മൾ സൂചിപ്പിച്ചു. അപ്പോ ഇപ്പൊ നമ്മൾ 6 ടെൻസ് ഫോമിനെ കുറിച്ച് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് 6 ടെൻസ് ഫോം? സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. അത് 3 അടുത്ത 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അങ്ങനെ 6 ടെൻസിനെ കുറിച്ച് കൂടി. വിൽ ദേ ബി ബൈയിങ് ഫിഷ്? ഓക്കെ, അലോന കറക്റ്റ് ആണ്. അതിന്റെ ക്വസ്റ്റ്യൻ മാർക്ക് വിടാം. അവർ മീൻ വാങ്ങുകയായിരിക്കുമോ? വിൽ ദേ ബി ബൈയിങ് ഫിഷ്? അപ്പൊ മീൻ എന്നുള്ളതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ചേർക്കാം, അല്ലെങ്കിൽ മീറ്റ് ചേർക്കാം. ഓക്കെ, യെസ്, അങ്ങനെ നമുക്ക് ചേർക്കാം. ആ വാക്കൊന്ന് മാറ്റിയാൽ മതി. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, സൂചിപ്പിച്ചു വരുന്നത് 6 ടെൻസുകളെ കുറിച്ച് നമ്മളിപ്പോൾ സൂചിപ്പിച്ചു. ഇനി ഒരു 6 ടെൻസും കൂടി ഉണ്ട്. അപ്പോ ഇത് ഞാനൊന്നും കൂടി ഒന്ന് ഇതുവരെ പറഞ്ഞത് ഞാനൊന്ന് ചുരുക്കി പറയുകയാണ്. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ വെർബിന്റെ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വെർബ് പ്ലസ് ing, പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ing, ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. ഇങ്ങനെ ഒരു 6 എണ്ണമാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. യെസ്, ഈ 6 ടെൻസ് പറഞ്ഞതിന് എന്തെങ്കിലും സംശയാർക്കെങ്കിലുണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം കൂടി നമുക്ക് ഓക്കെ ലച്ചു ഒരു ഒറ്റ വാക്ക് വെച്ചിട്ട് നമുക്കൊരു അർത്ഥം നോക്കാം. ഓക്കെ. സിമ്പിൾ പ്രസന്റ് ഗോ എന്ന് പറയുന്ന ഒരു വാക്ക് എടുത്തിട്ട് സബ്ജക്റ്റിന് ഐ എന്നും ഗോ എന്ന് പറയുന്ന വാക്ക് എടുത്തിട്ട് ഈ 6 ടെൻസിന്റെ അർത്ഥം പറയേണ്ടത്. സിമ്പിൾ പ്രസന്റ് ഐ ഗോ, ഞാൻ പോകാറുണ്ട്. സിമ്പിൾ പാസ്റ്റ് ഐ വെന്റ്, ഞാൻ പോയി. സിമ്പിൾ ഫ്യൂച്ചർ ഐ വിൽ ഗോ, ഞാൻ പോകും. പ്രസന്റ് കണ്ടിന്യൂസ് ഐ ആം ഗോയിങ്, ഞാൻ പോവുകയാകുന്നു.
പാസ്റ്റ് കണ്ടിന്യൂസ് ഐ വാസ് ഗോയിങ്, ഞാൻ പോവുകയായിരുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഐ വിൽ ബി ഗോയിങ്, ഞാൻ പോവുകയായിരിക്കും. അപ്പൊ അതാരും പറയാം, ഞാൻ പോകാറുണ്ട്, ഞാൻ പോയി, ഞാൻ പോകും, ഞാൻ പോവുകയാകുന്നു, ഞാൻ പോവുകയായിരുന്നു, ഞാൻ പോവുകയായിരിക്കും. ഇതാണ് 6 ടെൻസിന്റെയും അർത്ഥം. ആ പോവുക എന്നുള്ള വാക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ ചേർത്താൽ മതി. ഞാൻ പോകാറുണ്ട്, ഞാൻ പോയി, ഞാൻ പോകും, ഞാൻ പോവുകയാകുന്നു, ഞാൻ പോവുകയായിരുന്നു, ഞാൻ പോവുക ആയിരിക്കും. ഇതാണ് 6 ടെൻസിന്റെ അർത്ഥം. യെസ്. ഇനി നമ്മൾ അടുത്ത ഒരു ടെൻസിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. അടുത്ത ടെൻസിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. അതിതാണ്, നമുക്കറിയാം ഒരു വെർബ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് 3 കാലങ്ങൾ നമ്മൾ പറയും. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഞാൻ സ്നേഹ സുജിത്ത്, സ്നേഹ സുജിത്ത്, യെസ്. സജീർ 220, സജീർ. യെസ്, സജീറും വന്നില്ല. സുഹൈന, സുഹൈന പി എസ്. ഓക്കെ സുഹൈന, ഞാനൊരു ചോദ്യമല്ല ഒരു കാര്യം ചോദിക്കാൻ. ഇപ്പൊ നമുക്കറിയാം 3 ടെൻസ്, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെൻസിന്റെ ഫോംസ് ആണ്. നമുക്കറിയാല്ല, പ്രസന്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. ടേക്ക്, ടേക്കൻ, കട്ട്, 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 പുട്ട്, 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 ഗോ, വെന്റ്, ഗോൺ. അങ്ങനെ 3 ടെൻസ് ഉള്ളത് അറിയാലോ സുഹൈന. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഓക്കെ സുഹൈന, ഞാൻ ചോദിക്കുന്ന ഒരു ഡൗട്ട് ഇതാണ്. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്, വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോൺ. ഇത് തന്നെ വേറെ രീതിയിൽ പറയാം. V1, V2, V3 എന്ന് പറഞ്ഞാൽ സെയിം ആണ്. V1 വെർബിന്റെ ഒന്നാമത്തെ ഫോം, അതുപോലെ ബേസ് ഫോം. V2 രണ്ടാമത്തെ ഫോം. V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്. അപ്പൊ സുഹൈന, ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക, വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി, ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ അർത്ഥം എന്താണ് സുഹൈന? എന്തോ ഒന്നും കൂടെ പറയോ? പിടികിട്ടിയില്ലേ? ഗോ, വെന്റ്, ഗോൾ. പ്രസന്റ് ടെൻസ്, വെന്റ് പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൾ. ഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോവുക, വെന്റ് പോയി. ഈ ഗോൾ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ഗോൺ, ഞാൻ പോവുകയായിരുന്നു. ഞാനൊന്നും ഇല്ലാന്ന് ചോദിച്ചേ, വെറുതെ ഗോൺ മാത്രം. പോവുകയായിരുന്നു, പോവുകയായിരുന്നു അല്ലെ? അപ്പൊ ഐ വാസ് ഗോയിങ് എന്ന് പറഞ്ഞാൽ പോരെ. ഗോൺ എന്ന് പറയുന്ന അഥവാ V3 വരുന്ന, അപ്പോ സജീർ സഹായിക്കുന്നുണ്ട് പോകും. സജീറെ ഞാൻ വിളിച്ചല്ലോ. നബിത പറയുന്നുണ്ട് പോയിരുന്നു. യെസ്. സിനി പോയി എന്നാണെങ്കിൽ വെന്റ് പറഞ്ഞാ പോരെ. വെന്റ്, ഗോ, വെന്റ്. പോകും എന്നാണ് അലോന പറയുന്നത്. അൽഫിയ പറയുന്നത് പോകാം. ഓക്കെ. ജിത്ത് പറയുന്നത് പോയി കഴിഞ്ഞു. സൗമ്യം പറയുന്നത് പോയി കഴിഞ്ഞു. ജിസ്മി പോയി എന്നാണെങ്കിൽ വെന്റ് എന്ന് കൊടുത്താൽ പോരെ. ഗോ, വെന്റ്, ഗോൺ. വെന്റ് എന്ന് പറഞ്ഞാൽ പോയി എന്നല്ലേ. സഫീന പറയുന്നത് പോകും. യെസ്. സുഹൈലിന്റെ അഭിപ്രായം പറഞ്ഞോട്ടാ. ഇവിടെ ഇങ്ങനെ സുഹൈലിനെ സഹായിക്കാൻ വേണ്ടി ഓരോരുത്തര് അർത്ഥവുമായിട്ട് ഇങ്ങനെ ഫോണെ ഫ്രണ്ടായിട്ട് കാത്തിരിക്കുകയാണ്. യെസ്. പോയിരുന്നു ദിവ്യ, പോയി സ്നേഹ, പോയി കഴിഞ്ഞു സൗമ്യ KM. യെസ്. അപ്പൊ ഓക്കെ പറയാമോ? സുഹൈലൊക്കെ തോന്നുന്നു പോകും. അപ്പൊ ഡിസ്ക്രൈബിംഗ് വെർബ് സോ. യെസ്. അപ്പൊ നമുക്ക് ഈ വിഷയത്തോട് വരാം കേട്ടാ. ആ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുക, അതിന്റെ പാസൻസ് ആണ് വെന്റ്,
പോയി, ഗോണിന്റെ അർത്ഥമാണ് ചോദിച്ചത്. അപ്പൊ വേറൊരു വാക്ക് എടുക്കാം, ടേക്ക് എടുക്കുക, ടുക്ക് എടുത്തു, അത് പാസ്റ്റ് ആണ്. ടേക്കൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ നമ്മൾ ചോദിക്കുന്ന പോലെ വീട്ടിയുടെ കീഴിൽ. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് മലയാളത്തിൽ പറയുമ്പോൾ ഭാവി കാലം, വർത്തമാനകാലം, ഭൂതകാലം, ഭാവി കാലം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഗതിയാണ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ്. ഓക്കെ. അപ്പൊ ഈ മൂന്നാമത്തെ ഫോമിന്, അതായത് V3 എന്ന് പറയുന്ന സ്ഥലത്ത് അതിന് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു അർത്ഥം കിട്ടില്ല. അതിന്റെ കൂടെ ഒരു ഹെൽപ്പിംഗ് വെർബും കൂടി വന്ന് ചേരണം. അപ്പോഴാണ് അതിന് എന്ത് കിട്ടുന്നത്, ഒരു മീനിങ് കിട്ടുന്നത്. അത് മൂന്നാമത്തെ ആ ഫോമിൽ V3യുടെ കീഴിൽ വരുന്ന വാക്കുകൾ ഒരിക്കലും അതുപോലെ നിലനിൽക്കില്ല. അതിന്റെ കൂടെ ഒരു ഓക്സിലറി വെർബും കൂടി വന്ന് അങ്ങോട്ട് ചെയ്യും. അപ്പോഴാണ് അതനുസരിച്ച് അതിന്റെ അർത്ഥം കിട്ടുന്നത്. നമ്മൾ പ്രസന്റ് ടെൻസിന്റെ അർത്ഥം പറയാൻ പറ്റും കറക്റ്റ് ആയിട്ട്. പാസ്റ്റ് ടെൻസ് നമുക്ക് പറയാൻ പറ്റും. പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ അർത്ഥം പറയണമെങ്കിൽ അതിന്റെ കൂടെ ഒരു ഓക്സിലറി വെർബും കൂടി വന്ന് ചേരും. യെസ്. അപ്പോ ഇനി നമ്മൾ നോക്കുന്നത് ആ പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ കൂടി വരുന്ന വാക്കുകളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ഏത് വന്നിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കുന്നത്. യെസ്. അപ്പൊ നമുക്കറിയാം, ടേക്ക് പ്രസന്റ് ടെൻസ് ആണ്, ടുക്ക് ടേക്ക്. ഗോ പ്രസന്റ് ടെൻസ് ആണ്, ഗോ വെന്റ് ഗോൺ. റീഡ് പ്രസന്റ് ടെൻസ് ആണ്. എന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? READ തന്നെയാണ്, പക്ഷെ പറയുമ്പോൾ റെഡ്. അമൃത പറയുന്നത് സി സോ സി. റീഡ് റെഡ് റെഡ് അങ്ങനെ പറയാം. സ്പെല്ലിംഗ് സെയിം ആണ്, പക്ഷെ പറയുമ്പോൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ എഴുതാനും READ എസ്റ്റർഡേ എന്നാണ് വിചാരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണം, എസ്റ്റർഡേ എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ സംഭവം, പാസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ READ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്. അപ്പൊ ഐ റെഡ് എവരിഡേ എസ്റ്റർഡേ എന്ന് പറയുന്നത്, ഐ റെഡ് എസ്റ്റർഡേ. നേരെ മറിച്ച് ഐ എസ്റ്റർഡേ എന്നുള്ളതിന് പകരം എവരിഡേ എന്നാണ് എഴുതിയേക്കണെന്നുണ്ടെങ്കിൽ ഐ റീഡ് എവരിഡേ എന്ന് പറയും. കാരണം അപ്പൊ ഉപയോഗിച്ചേക്കുന്ന പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ ഏത് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓക്കെ നമിത ആ സെന്റൻസിലുള്ള ടൈമിനെ സൂചിപ്പിക്കുന്ന വാക്ക് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് റീഡ് റെഡ് റെഡ് എന്ന് പറയുന്നത്. പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം സ്പെല്ലിംഗ് ആണ് റെഡ് എന്ന് പറയുന്നത്. ഓക്കെ. ടേക്ക് ടുക്ക് ടേക്ക്. കട്ട് ആണെങ്കിൽ CUT കട്ട് ഉണ്ട്. പാസ്റ്റ് ടെൻസ് CUT കട്ട് തന്നെയാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ട് തന്നെയാണ്. ചിലതിന് 3 ടെൻസും പ്രസന്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആണ്. ചിലതിന് 3 ഡിഫറെന്റ് ആണ്. ചിലതിന് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആയിരിക്കും, പ്രസന്റ് ടെൻസ് മാത്രം വേറെ. എക്സാമ്പിൾ പറയാം, ലൈറ്റ്. അപ്പൊ അതെന്താണ്? ലൈറ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലൈറ്റ് ആണ്. ലുക്ക് ലുക്ഡ് ലുക്ഡ്. അപ്പൊ അങ്ങനെ വരികയാണ്. ഓക്കെ ഓക്കെ. സിംഗ് സാങ് സങ്. ഓക്കെ ലച്ചു, കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. അപ്പോ ഇത് കൃത്യമാണ്. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് ഒരു ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആ ടെൻസിനെ കുറിച്ച് പറയുകയും അതിനോടൊപ്പം തന്നെ ആ ടെൻസിൽ പോസിറ്റീവ് ടൈപ്പായിട്ടുള്ള വാചകങ്ങളും നെഗറ്റീവ് ടൈപ്പായിട്ടുള്ള വാചകങ്ങളും നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. യെസ്. ഓക്കെ 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 ഓക്കെ. ഇനി ഞാൻ നിങ്ങൾക്കറിയാം മാർക്കൊന്നും രേഖപ്പെടുത്തുന്നില്ല, അത് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യത്തിൽ നമുക്ക് രേഖപ്പെടുത്താം. The name of okay, so we take took take correct. The give gave given Mia correct. Yes, Mia and Asif correct. Yes, give gave given. Yani the name of some young ones. The name of some young ones. So mini. ചോദിച്ചതാണ്. ഓക്കെ 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 ഓക്കെ. ലീവ് ഇറ്റ്. ഓക്കെ 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 ഓക്കെ. റെഡി. യെസ്. ഓക്കെ 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 ഓക്കെ. ഇനി അപ്പൊ അടുത്ത് നമ്മൾക്ക് സജീറെ സി സോ സീനാണ്. ING വരില്ല. സി സോ സി SEEN സി. See, so see, take, took, taken, looked, see, so see, give, gave, given, think, thought, teach, taught,
ബൈ, ബോട്ട്, ബോട്ട്. ഓക്കെ. റൈറ്റ്, റോട്ട്, റിട്ടൺ. ഓക്കെ നന്ദന, ഓക്കെ അലോന, ശരിയാണ്, ശരിയാണ്. യെസ്. അതിന് പറയുന്നത് ഗ്രോ, ഗ്രൂ, ഗ്രോൺ, ശരിയാണ്. യെസ്. അപ്പോ ആ രീതിയിൽ വരുന്ന വാചകങ്ങളെ കുറിച്ചുള്ള പഠനം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ക്രൈ, ക്രൈഡ്, ക്രൈഡ്. ഓക്കെ സ്നേഹ, കറക്റ്റ് ആണ്. ഡു, ഡിഡ്, ഡൺ. ഓക്കെ മിയ. ഫീഡ്, ഫെഡ്, ഫെഡ്. ഓക്കെ മുഹമ്മദ് റാഫി, സൗമ്യ, ഈറ്റ്, എയ്റ്റ്, ഈറ്റഡ്. അൽഫിയ, മേക്ക്, മെയ്ഡ്, മെയ്ഡ്. ഓക്കെ ശരിയാണ്. യെസ്. അപ്പൊ ഇനി ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ. Shall I ask you some questions? Okay. Yes. അപ്പൊ നമ്മൾ ടെൻസ് നോക്കിക്കഴിഞ്ഞതാണ്. അടുത്ത ഓക്കെ ലച്ചു, കറക്റ്റ്. യെസ്. അപ്പൊ ഇന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യം പ്ലേഡ് ആണ്. PLING ചേർക്കേണ്ട സുഖൈന. പ്ലേഡ്. നോ, ന്യൂ, നോട്ട്. ഓക്കെ സെമി, കറക്റ്റ് ആണ്. യെസ്. അപ്പൊ ഇന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആൻസർ ഫസ്റ്റ് ലെറ്റർ എച്ചും രണ്ടാമത്തെ ലെറ്റർ ഓയുമാണ്. എച്ച് ആൻഡ് ഒ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആൻസർ ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആദ്യം ടൈപ്പ് ചെയ്യുന്ന 4 പേരെ നമ്മൾ പരിഗണിക്കും. ആദ്യം ടൈപ്പ് ചെയ്ത് ആൻസർ വരുന്ന 4 പേരെ പറയില്ല. പറഞ്ഞു കഴിഞ്ഞാലേ കൺഫ്യൂഷൻ ആവും. നിങ്ങളുടെ മാർക്ക് രേഖപ്പെടുത്താൻ പറ്റില്ല. ആദ്യം ടൈപ്പ് ചെയ്യുന്ന 4 പേര്. ഓക്കെ. അപ്പൊ ആ 4 പേര് ഓക്കെ ചോദിക്കാം സുഖൈന. ഓക്കെ സുഖൈന അവിടെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. ഓക്കെ സുഖൈന. ഓക്കെ ഓക്കെ അലോന, കറക്റ്റ് ആണ്. ഹോൾഡ്, ഹെൽഡ്. ശരി. ചോദ്യം ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓപ്പോസിറ്റ് ഓഫ് ഗസ്റ്റ്, GUEST. മസ്ഹിദ്, ഷൈജി, നവിത, ഫാത്തിമ. ഞാൻ പറഞ്ഞ പേരുകൾ നിങ്ങൾ പറയണോട്ടാ. മസ്ഹിദ്, സവിത അല്ലേ പറഞ്ഞ? സവിത, ഫാത്തിമ. ഇനി ഒരു പേര് കൂടി പറഞ്ഞില്ല. മസ്ജിദ്, സവിത, ഫാത്തിമ ആൻഡ് ഷൈജി അല്ലേ? ഷൈജി എന്നല്ലേ പറഞ്ഞ? ഓക്കെ ഷൈജി. ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം ഇത് പേര് എഴുതാനായിട്ട് സമയം വേണമല്ലോ. ഇതാണ് കുഴപ്പം. ഓക്കെ. അപ്പൊ മസ്ജിദ്, സവിത, ഫാത്തിമ ആൻഡ് ഷൈജി ഒരേ പോയിന്റ് വീതം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് ദ സ്റ്റഡി ഓഫ് cultivating gardens, GARDENS. The study of cultivating gardens. Navida, Mashid, Fatima, Alona. നബിതയും കൂടി വന്നിട്ടുണ്ട്. നബിത, മസ്ഹിദ്, ഫാത്തിമ, അലോന. ഞാൻ പറയുന്ന പേരുകൾ പിന്നെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണോട്ടോ. നിങ്ങളെ നിങ്ങൾ തിരിച്ചു പറയണേ. ഞാൻ ചിലപ്പോ 4ാമത്തെ ആളുടെ പേര് മറന്നുപോയി. ബാക്കിയുള്ളവർക്ക് എഴുതിയിട്ടുണ്ട്. കറക്റ്റ് ആണ്. ഓക്കെ കൃത്യമാണ്. യെസ്. അപ്പൊ ദ സ്റ്റഡി ഓഫ് കൾട്ടിവേറ്റിംഗ് ഗാർഡൻ, അതാണ് ഹോർട്ടിക്കൾച്ചർ. BSc ബോട്ടണി ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അടുത്തത് ഹൗ ഡസ് എ Santa means Santa Claus, Christmas appointment. How does a Santa laugh? LAUGH. How does a Santa laugh? ഓക്കെ. അപ്പൊ അതിന്റെ ഉത്തരം ഞാൻ തന്നെ പറയാം. അപ്പൊ ഇനി പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമിയാണ് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. സിമിക്ക് ഞാനൊരു പോയിന്റ് രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ. സിമി അതിന്റെ ആൻസർ ഹോ. HO.
ഓഹോ. ആ ഓക്കെ ഓക്കെ. സുഹൈന പുറയിലൂടെ വന്നു അല്ലേ? സുഹൈന. സിമി അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ട്. സിമിക്ക് ഇത് അറിയാമായിരുന്നു. അപ്പൊ അത് എവിടെ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ആ ഓക്കെ ഓക്കെ ഓക്കെ. എവിടെയോ കേട്ടിട്ടുണ്ടാവുമല്ലേ? ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ്. ഒരറിവും ചെറുതല്ല. നെക്സ്റ്റ്. അപ്പൊ നമ്മുടെ എല്ലാ ആൻസറിന്റെയും ആദ്യത്തെ ലെറ്റർ എച്ചും രണ്ടാമത്തെ ലെറ്റർ ഒയുമാണ്. എ ലാർജ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ലാർജ് four-legged, നാല് four-legged animal used for riding. നവിത, ആൽഫിയ, സൗമ്യ, സുരേഷ്, അനീഷ. നവിത, ആൽഫിയ, നമിത, സുരേഷ് അല്ലേ? നമിത, സുരേഷ് അല്ലേ? സൗമ്യ, സുരേഷ് ആയിരുന്നു അല്ലെങ്കിൽ? ഓക്കെ 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 ഓക്കെ. സൗമ്യ, സുരേഷ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആരൊക്കെയാ പറഞ്ഞത്? ആൽഫിയ, സൗമ്യ, സുരേഷ്. പിന്നെ ആരുണ്ടായിരുന്നത്? നബിത ഉണ്ടായിരുന്നത്. ആ നബിത. ആ ഓക്കെ. പിന്നെ ആരോ ഒരാളൊന്നും പറഞ്ഞ? നാലുപേര്. നാലാമത്തെ ആള് മറന്നുപോണ്. മസ്ജിദ് ആയിരുന്ന? അനീഷ. ആ യെസ് 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 യെസ്. അനീഷ അല്ലേ? ഓക്കെ. കറക്റ്റ് ആൻസർ. ഓക്കെ 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 ഓക്കെ. അടുത്തത് വെരി സിമ്പിൾ ചോദ്യമാണ്. എ പീരീഡ് ഓഫ് 60 minutes is called dash. ദിവ്യ, മസ്ഹിദ്, ജിത്തു, അമൃത. ദിവ്യ, മസ്ഹിദ്, ജിത്തു, കഴിഞ്ഞിട്ട് പിന്നെ ആരായിരുന്നു? ജിത്തു. ആ ഓക്കെ ഓക്കെ. ജിത്തു കഴിഞ്ഞിട്ട് ഉണ്ടായില്ലേ? അമൃത. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ശരി 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 ശരി. ഓക്കെ കറക്റ്റ് ആണ്. സിമ്പിൾ ചോദ്യമായിരുന്നില്ലേ? അടുത്തത് എ സ്വീറ്റി, SWEETY, സ്വീറ്റി ഫുഡ് made by bees, BES, bees. ഫാത്തിമ, സുഹൈല, സൗമ്യ, സുരേഷ്, സിമി. ഫാത്തിമ, സുഹൈല, സൗമ്യ, സുരേഷ്, സിമി. ഓക്കെ ഓക്കെ ഓക്കെ. ലിച്ചു ഓക്കെ. സജീർ ഓക്കെ. അനീഷ കറക്റ്റ് ആണ്. ആൽഫിയ കറക്റ്റ് ആണ്. ഓക്കെ. ബാക്കിയുള്ളവരുടെ കറക്റ്റ് തന്നെയാണ്. യെസ്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അടുത്തത് another word for being truthful. Another word for being truthful. Masjid, Fatima, Alfia, Roshni. Masjid, Fatima, Roshni. റോഷിനിയുടെ മുമ്പ് ഞാൻ പേര് പറഞ്ഞില്ല. റോഷിനിയുടെ കൂടാണ്ട് ഞാൻ പറഞ്ഞില്ലേ? ആരും പേരായിരുന്നത്? അൽഫിയ അല്ലേ? യെസ് അൽഫിയ. ആദ്യം ഒന്നാണ്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ് വെരി സിമ്പിൾ. അനദർ വേർഡ് ഫോർ ട്രൂത്ത്ഫുൾനെസ്, അനദർ വേർഡ് ഫോർ ട്രൂത്ത്, സത്യസന്ധമായ എന്ന അർത്ഥം വരുന്ന വേറൊരു വാക്ക് എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു. കറക്റ്റ് ആണ് കറക്റ്റ് ആണ് കൃത്യമാണ്. യെസ്. ഓക്കെ.
അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ 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 ഓക്കെ, വെരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്. എ ട്യൂബ്, TUBE, എ ട്യൂബ് യൂസ്ഡ് ടു വാട്ടർ സംതിങ്. എ ട്യൂബ് യൂസ്ഡ് ടു വാട്ടർ സംതിങ്. മസ്ഹിദ്, നവിത, ഷൈജി, അലോല. മസ്ഹിദ്, നവിത, ഷൈജി, അലോന. ഓക്കെ, മുഹമ്മദ് റാഫി ലച്ചു കറക്റ്റ് ആണ്. ഹോസ് എന്ന് പറഞ്ഞത് ഹോഴ്സ് അല്ല, ഹോസ്, HOAC. ഓക്കെ ഓക്കെ ഓക്കെ, HOAC, ഹോസ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ എല്ലാം അറിയാം അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ടൂൾ, TOOL, tool used to catch fish. A tool used to catch fish. Alona, Vijay K. George, Masjid, Navida. Alona, Vijay K. George, Masjid. മസ്ജിദിന്റെ വേറൊരു പേരുകൾ പറഞ്ഞിട്ട് വിജയ് കെ ജോർജ്, നവിത അല്ലേ? ഓക്കെ 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 ഓക്കെ, നവിത. യെസ്, കറക്റ്റ് ആണ് കറക്റ്റ് ആണ്. ഓക്കെ, എ ടൂൾ വിച്ച് ഈസ് യൂസ്ഡ് ടു ക്യാച്ച് ഫിഷ്. മീൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. യെസ്. അടുത്തത് ചോദ്യം അല്പം വലുതാണ്, ഉത്തരം പക്ഷെ ചെറുതാണ്. ഇത് പറയുന്ന ആളെ ഞാൻ അഭിനന്ദിച്ചു കേട്ടോ. ഉത്തരം പറയുന്ന ആളെ. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേട്ടോളൂ. എ വെഹിക്കിൾ that travels over the surface of land or water supported by sorry ഒന്നുകൂടി പറയാം, ഞാൻ നിർത്തേണ്ട സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തിപ്പോയി. ഓക്കെ, എ വെഹിക്കിൾ that travels over the surface of land and water. Over the surface of land and water, supported by the current of air sent downwards. H. Okay. Okay. ഓക്കെ. അപ്പൊ ഇനി ആരും പറയണ്ട, ഞാൻ പറയട്ടെ. ആൻസർ പറയാം. ആൻസർ കറക്റ്റ് ചെയ്തത് സിമി കറക്റ്റ് ആൻസർ ആയിരുന്നു. മസ്ജിദിന്റെ കറക്റ്റ് ആൻസർ ആയിരുന്നു. ഒരാളും കൂടി കറക്റ്റ് ചെയ്ത് ലാസ്റ്റ്. അയ്യോ, ഞാൻ പേര് പറഞ്ഞില്ല. ഹോവർ ക്രാഫ്റ്റ് എഴുതിയതാണ് അൽഫിയ അല്ലേ? ഓക്കെ. 3 പേരുടെ ആൻസർ കറക്റ്റ് ആണ്. ഞാൻ അതൊന്ന് എഴുതേണ്ട. സിമി, മസ്ജിദ്, പിന്നെ അൽഫിയ. അൽഫിയ നേരത്തെ പറഞ്ഞതല്ലേ? ഓക്കെ ശരിയാണ്. ഓക്കെ. സുഹൈന ലാസ്റ്റ് പറഞ്ഞത് അല്ലേ? ശരി, 4 പേരില് 4ാമത്തെ ആള് സുഹൈനായിട്ട് വന്നു. ഓക്കെ, ഉത്തരം കറക്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് ഹോവർ ക്രാഫ്റ്റ് എന്നാണ്. അപ്പൊ ഞാനത് ആദ്യം പറഞ്ഞ സിമിക്ക് പ്രത്യേക അഭിനന്ദനം പറയുന്നത്. സിമിയാണ് ആദ്യം പറഞ്ഞത്. പറയാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ ആദ്യം പറയുന്ന ആളാണ് സിമിയുടെ. വെരി ഗുഡ്. ചെറിയ കാര്യങ്ങളൊക്കെ വിടും, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ സിമി ആദ്യം കയറി ആൻസർ പറയുന്നത്. കരയിലൂടെയും വെള്ളത്തിലൂടെയും സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ് അത്. കറന്റ് ഓഫ് എയർ, ആ പങ്ക കറങ്ങി അത് വർക്ക് ചെയ്യുന്ന സംഗതിയാണ്. യെസ്. അടുത്തത്
Another word for burrow, B-U-R-R-O-W. Another word for Navida, Alona, Shaiji, Suhaina. Navida, Alona, Shaiji, 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 Suhaina. Okay. Very good. ശരിയാണത്. ഹോൾ HOയില്ല, ചിലപ്പോൾ ഹോളോ എന്ന് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. അടുത്ത് a team game, TEAM, team game in which the players use curved, CURVED, curved stick. Soumya, Jittu, Fatima, Navida. Soumya illa. Soumya, Jittu, Fatima, Navida. Okay. Correct. Yes. അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. യെസ്. അടുത്ത ചോദ്യം വേറൊരു മോഡലാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ മാർക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് നമുക്ക് പോകാം കേട്ടോ. യെസ്. അപ്പോ സവിത ഒരെണ്ണം ശരിയായിട്ടുണ്ട്, അനീഷ ഒരെണ്ണം ശരിയായിട്ടുണ്ട്, സൗമ്യ സുരേഷ് 2 എണ്ണം ശരിയായിട്ടുണ്ട്, ജിത്തുവിന് 2 എണ്ണം ശരിയായിട്ടുണ്ട്, വിജയ് കെ ജോർജിനും 1 എണ്ണം ശരിയായിട്ടുണ്ട്, സൗമ്യ സുരേഷിന് 2 എണ്ണം കേട്ടോ, 3 എണ്ണം ശരിയായിട്ടുണ്ട്. സോറി, 2 സ്ഥലത്തായിട്ട് എഴുതിപ്പോയി. ഓക്കെ. നവീതല്ലേ. ഓക്കെ. റോഷിനിക്ക് 1 എണ്ണം കറക്റ്റ് ആയിട്ടുണ്ട്, അമൃതക്കും 1 എണ്ണം കറക്റ്റ് ആയിട്ടുണ്ട്, ദീപയ്ക്കും 1 എണ്ണം കറക്റ്റ് ആയിട്ടുണ്ട്, ഫാത്തിമയ്ക്ക് 5 എണ്ണം കറക്റ്റ് ആയിട്ടുണ്ട്, സുഹൈനയ്ക്ക് 4 എണ്ണം കറക്റ്റ് ആയിട്ടുണ്ട്, അൽഫിയയ്ക്ക് 3 എണ്ണം കറക്റ്റ് ആയിട്ടുണ്ട്, സിമിക്കും 3 എണ്ണം കറക്റ്റ് ആയിട്ടുണ്ട്, അലോനക്ക് 4 എണ്ണം കറക്റ്റ് ആയിട്ടുണ്ട്, മസ്ഹിദിന് 7 എണ്ണം കറക്റ്റ് ആയിട്ടുണ്ട്, നബിതക്ക് 7 എണ്ണം കറക്റ്റ് ആയിട്ടുണ്ട്, ഷൈജിക്ക് 3 എണ്ണം കറക്റ്റ് ആയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു മാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു വിഷമം വിചാരിക്കില്ല, അത് എഴുതുന്നതിൽ വന്ന മിസ്റ്റേക്ക് ആണ്. 4 എന്ന് പറയുമ്പോൾ 4 പേരുടെ പേരുകൾ ഓർത്തിരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. യെസ്, 3 ആണെങ്കിൽ കറക്റ്റ് ആണ് എനിക്ക് തോന്നുന്നു. 3 പേരാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാം. യെസ്. ഓക്കെ. ഇനി ആകെ നമുക്കൊരു 11 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പൊ ഇത് ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് പറ്റില്ല. യെസ്. ഓക്കെ. അപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാം. മിനി തിമിസ് ചോദിക്കാൻ സുഖേന, പേടിക്കണ്ട. അടുത്ത് ചോദിച്ചാൽ തീരൂല. മിനി തിമിസ്. മിനി. ഓക്കെ, റെഡി ആയിട്ട് നിൽക്കട്ടെ. സുഹൈന. ഓക്കെ. അപ്പൊ ഞാനിപ്പോ പറയുന്നത്, സുഹൈന ഒരു ഹോട്ടലിലെ മാനേജറാണ്. സുഹൈനും പോട്ടെ, മിനി ഒരു ഹോട്ടലിലെ മാനേജറാണ്. അപ്പോ നിങ്ങൾ അവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ആ സമയത്ത് സുഹൈനയല്ല, ഒരാള് അവിടെ ഒരു റൂം വാടക റെന്റ് എടുക്കാൻ വേണ്ടി 1 ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് താമസിക്കാൻ വേണ്ടി റെന്റ് എടുക്കാൻ വേണ്ടി വരാൻ. അപ്പോ അത് സുഹൈന ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് മിനി മറുപടി പറയുന്നു. മിനിയും അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കും. 2 പേർക്കും കിട്ടുന്നതൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചോദിക്കാം. അപ്പോ സുഹൈന കയറി വന്നതിന് ശേഷം മാനേജറായിട്ടുള്ള മിനിയോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും
അതിന് മിനി പറയുന്ന മറുപടിയും, പിന്നെ ഈ വന്ന ആള് എങ്ങനെയുള്ള ആളാണെന്ന് അറിയില്ല. അപ്പൊ മിനി അത് കൺഫേം ആക്കാൻ വേണ്ടി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും അതിന് സുഹൈന് കൊടുക്കുന്ന മറുപടിയും, ഇതാണ് നമുക്കൊന്ന് വേണ്ടത്. അപ്പോ മിനി യു ആർ ഗെറ്റിംഗ് യെസ് ഓക്കെ, ഇറ്റ്സ് എ കോൺവെർസേഷൻ സൗമ്യ. അപ്പൊ മിനിയാണ് ഹോട്ടലിന്റെ ലോഡ്ജിന്റെ മാനേജർ എന്ന് വിചാരിക്കുക. നിങ്ങളാണ് റൂം കൊടുക്കുന്നത്. റൂം എടുക്കാൻ വന്നിരിക്കുന്ന ആളാണ് സുഹൈന. സുഹൈന എങ്ങനെ വരുന്നു, ഓട്ടോറിക്ഷയിൽ ഇറങ്ങുന്നു, ബാഗ് തൂക്കി മാനേജർ റൂമിലേക്ക് വരുന്നു. ഓക്കെ, സുഹൈന ആരംഭിച്ചോളൂ. ഹായ്, ഗുഡ് മോർണിംഗ് മാം. നോ, ഞാൻ ഫസ്റ്റ് ഞാനല്ലേ പറയാം. ഐ വിൽ മാനേജർ. പറഞ്ഞു, ഇഷ്ടമുള്ള പറഞ്ഞു. ഞങ്ങള് രണ്ടുപേരുടെ സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങള് നിങ്ങളുടെ കണ്ടുപിടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. ബാക്കിയുള്ളവരൊക്കെ ഒബ്സർവ് ചെയ്തേക്കണേ. ഗുഡ് മോർണിംഗ് മാം, നൈസ് ടു മീറ്റ് യു. പ്ലീസ് കം ആൻഡ് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഓ വെരി ഗുഡ്. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? വെരി ഗുഡ്, വെരി ഗുഡ്. ഭയങ്കര പൊളൈറ്റ് ആണ്. അപ്പൊ നമുക്കൊരു ഹോട്ടൽ തുടങ്ങിയ മീനെ അവിടെ മാനേജർ ആക്കിയിരിക്കും അല്ലേ? വെരി ഗുഡ്. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഓക്കെ, സുഹൈൽ കണ്ടിന്യൂ. One juice, please. എന്തോ? One juice. സുഹൈലയുടെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല, അത് കറക്റ്റ് ആവട്ടെ. റൂം അവൈലബിൾ ആണോ എന്ന് ചോദിക്കാതെ. Yes, first. Room available? Yes, ma'am. Yes, ma'am. Which kind of room you want? Is AC or non-AC? Oh, AC. yes. AC. Okay. Okay. മിനി അതിൽ തന്നെ നമുക്ക് ഒന്നുകൂടി സ്പെഷ്യലൈസ് ചെയ്യാം. AC തന്നെ ഡബിൾ റൂം, സിംഗിൾ റൂം? Yes, sir. Next question. I asked single or double room, ma'am? Single. Single room. Okay, ma'am. It's a very good room with attached bathroom and quarters also available, and some wardrobe also is there. You can take your luggage and keep it there safely. And if any juice or food now you want, ma'am? Juice. Juice, which juice, ma'am? Is here watermelon, pineapple, orange, apple? Which juice you want, ma'am? Mango. Mango juice. Okay. I will inform our chef. Here one special chef is there. So which kind of food you mostly want? Chinese, Arabian, Kerala food? Which kind of food you want, ma'am? Kerala food. Kerala. And breakfast is putta, appam, and what do you want, ma'am? Puttu. Okay, I will inform our chef. He will cook put in breakfast, ma'am. And here swimming pool also is available. You can enjoy your free time with swimming, and one game also is there. And you want horse riding, ma'am, if it's available. You can tell me if you have any problem, and you can share with me. I will arrange more facilities. And if you want any question, ma'am? No. Rent? ഞാൻ ഇത്രയും നേരം വരെ ഞാൻ വെയിറ്റ് ചെയ്തത്, ആ ഒരു സംഗതി വന്നില്ലല്ലോ. ഇത് കേട്ടോ, വെരി ഗുഡ്, വെരി ഗുഡ്. Rent is 1 day 3,000, ma'am, with food. Okay. It's very cheap, ma'am. You can enjoy your holidays. How many days you want to stay here, ma'am? What? How many days you want to stay here? 3 days. 3 days. Okay. Yes. Tomorrow you want a special. You are our special guest, so I will arrange one dinner with music, so you can enjoy. Okay. You want to ask any question? Here one massage also have, ma'am. Yes. Hello. You Yes. want to know about more, ma'am? You can ask me anytime. You have any problem, you can report me.
I will arrange more facilities. Okay, okay. അപ്പൊ റൂം എടുത്തില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നവിത 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 Yes, sir. ഇവര് പറഞ്ഞതില് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടായിരുന്നു? അല്ലെങ്കിൽ സുഹൈലെ ചോദിച്ച ചോദ്യത്തിൽ കുറച്ച് ഇന്ന കാര്യം ചോദിക്കാമായിരുന്നു, അല്ലെങ്കിൽ മിനി പറഞ്ഞതിൽ ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്താമായിരുന്നു എന്ന് തോന്നിയത് എന്തെങ്കിലും ഉണ്ടോ? എന്താണ് തോന്നിയത്? ഇല്ല, സുഹൈനൊന്നും ചോദിച്ചില്ലല്ലോ. മിനി എല്ലാം പറഞ്ഞല്ലോ ഇങ്ങോട്ടേക്ക്. അതെ അതെ. അപ്പൊ ജിത്തു പറയുന്നു ID പ്രൂഫ് ചോദിക്കാമായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അഡ്രസ് കൊടുക്കണമായിരുന്നു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതൊരു അല്ല, നമ്മളിത് വെറുതെ ഇട്ടാൽ മതി. ഓരോരുത്തരും പറഞ്ഞോ, നിങ്ങളായിരുന്നുവെങ്കിൽ ആ സിറ്റുവേഷനിൽ സുഹൈന നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യും, എന്തുകൂടി ചോദിക്കുമായിരുന്നു, മിനി നിങ്ങളായിരുന്നെങ്കിൽ എന്തുകൂടി ചോദിക്കുമായിരുന്നു, നിങ്ങളുടെ ഭാവനൊക്കെ ചോദിക്കും. ഓക്കെ ഓക്കെ. മിനി പറഞ്ഞു. അപ്പൊ ഓക്കെ, അത് മിനിയെ കുറ്റം പറയണ്ട. മിനി കറക്റ്റ്. ഓക്കെ. ഇവിടെ 5 പറഞ്ഞ കറക്റ്റ് പോയിന്റ് ഉണ്ട്. പർപ്പസ് ചോദിച്ചില്ല. അത് ഒരു വലിയൊരു പോയിന്റാണ്. എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്ന് റൂം എടുക്കുന്നത്? പർപ്പസ്. കാരണം ആ റൂം എടുക്കുമ്പോൾ അതിന്റെ അതൊരു പർപ്പസ് ഉണ്ടാവും. അപ്പൊ അത് ചോദിച്ചില്ല. വേറൊരു കാര്യം, എത്ര ദിവസം കൂടി ഉണ്ടാവും എന്ന് ചോദിച്ചു. അതൊക്കെ മിടുക്കും, നല്ല മിടുക്കിയായിട്ട് ചോദിച്ചു. വരും. പർപ്പസ് ചോദിക്കാനായിട്ട് വിട്ടുപോയി. പിന്നെ ID ചോദിക്കാനായിട്ട്. വേറെ ഫാസിൽ പറയുന്നു, നീഡ് എനി ട്രാവൽ ഫെസിലിറ്റീസ്, യാത്രാ സൗകര്യം വേണോ, ഹോട്ടൽ വക ടൂർ ട്രാവൽസ് ഉണ്ട് എന്നുള്ള കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ട്രാവൽ അസിസ്റ്റൻസിനെ കുറിച്ച് പറയായിരുന്നു. സാർ പർപ്പസ് ചോദിക്കാൻ പാടുണ്ടോ? Purpose is not purpose വേണ്ട sir. പർപ്പസ് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മുടെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമല്ലേ. നമ്മൾ ചോദിക്കും പർപ്പസ് ചോദിക്കാറ്. പറയുന്നത് സത്യമാവണമെന്നില്ല, പക്ഷെ ചോദിക്കും. എന്ത് പർപ്പസാന്ന് ചോദിക്കും. അപ്പൊ ചിലപ്പോൾ ഇന്റർവ്യൂ ചിലപ്പോ ഞാൻ 2-3 പോയിട്ടുണ്ട്, പക്ഷെ അവരങ്ങനെ ചോദിച്ചിട്ടില്ല. നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, പർപ്പസിന്റെ കാര്യം. രജിസ്റ്റർ എഴുതൂല്ലേ, രജിസ്റ്ററിൽ ഒരു കോളത്തിൽ പർപ്പസ് എന്ന് പറഞ്ഞ കോൾ ഉണ്ടാവാറുണ്ട് എല്ലാ റൂം എടുക്കുമ്പോൾ. പർപ്പസ് ബാംഗ്ലൂര് ഇങ്ങനെ പോയി റൂം എടുത്തായിരുന്നു ഒരു സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. അന്നേരം അവരെന്നോട് ആദ്യം ചോദിച്ച് അവരത് എഴുതിക്കുന്നുണ്ട്, നമ്മുടെ അഡ്രസ്സും അതിന്റെ കൂട്ടത്തിൽ ഇതെന്തിനാ വന്നതെന്നുള്ളത് നമ്മളെ കൊണ്ട് എഴുതിക്കുന്നുണ്ട്, പർപ്പസ് എഴുതിക്കുന്നുണ്ട് അവരുടെ ആ ഒരു ഇതേലും. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാനും പോയി പലപ്പോഴും പല ആവശ്യങ്ങളും എടുക്കുമ്പോഴും ആ ലെഡ്ജറിൽ ഉണ്ടാവും പർപ്പസ് എഴുതാൻ പറയാൻ പറ്റും. നമ്മൾ ദേഷ്യത്തോട് കൂടിയിട്ടില്ല, വളരെ സൗമ്യമായിട്ടാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ ആളൊന്ന് മനസ്സിലാക്കി വെക്കുന്നതാണ്. വേറെ വല്ല ചോദിക്കുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കോൺവെർസേഷൻ നല്ലതാക്കായിരുന്നു. ഓക്കെ ഓക്കെ. ഇതിന്റെ അകത്ത് മിനിയെ ഞാൻ സമ്മതിച്ചു. കാരണം പറഞ്ഞ ഉടനെ തന്നെ മിനി ഇതിന്റെ അകത്ത് ഹൈലൈറ്റ് ചെയ്തു അല്ലേ. മിനി നല്ല രസകരമായിട്ട് അവതരിപ്പിച്ചു. ചിന്തിക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പോ ചിന്തിക്കാൻ പോലും സമയം കിട്ടാതെ ഓക്കെ നവീത, അതാണ് തെറ്റുകൾ ഞങ്ങൾ കണ്ടുപിടിക്കും, പക്ഷെ പ്ലസ് എപ്പോഴും പ്ലസ് തന്നെയാണ് മിനി. വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചു. അത്രയും സമയത്തിനുള്ളിൽ മിനിക്ക് പറ്റാവുന്ന രീതിയിൽ ഈ കസ്റ്റമറെ വിടാണ്ട് അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. സംസാരിച്ചേ. ഓക്കെ ഓക്കെ. ചെക്ക്ഔട്ട്. ഓക്കെ. അതായത് തൊട്ടപ്പുറത്ത് ലോഡ്ജ് ഉണ്ട് അല്ലെങ്കിൽ ഹോട്ടൽ ഉണ്ട്, അങ്ങോട്ട് പോകാതെ ആ കസ്റ്റമർ അവിടെ തന്നെ വേണമെങ്കിൽ 3 ദിവസം ഇവിടെ താമസിക്കുമെന്ന് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ മിനിക്കൊരു ഓഫർ കൊടുക്കായിരുന്നു. സോ യു ഹാവ് ടു പേ ഓൺലി 2,700. ഒരു ഓഫർ കൊടുക്കാം. 1 ഡേ ആണെങ്കിൽ 1,000, 3,000 ഇസ് മസ്റ്റ്. ഇത് ഞാനൊരു സിറ്റുവേഷൻ പറഞ്ഞതാണ്. ഓക്കെ. അപ്പൊ ഇതിപ്പോ നമ്മൾ ലോഡ്ജിലാണ്. ഇത് നമ്മൾ പച്ചക്കറി കടയിൽ പോകും, ഇറച്ചിക്കടയിൽ പോകും, അങ്ങനെ പല പല ഷോപ്പിൽ നമ്മൾ പോകും. അപ്പൊ ഓക്കെ മിനി, യുവർ പെർഫോമൻസ് വാസ് മാർവലസ്. യുവർ പെർഫോമൻസ് ആൾസോ വെരി മാർവലസ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവര്, ദാറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ്. ക്ലീൻ ആയിട്ട് അതിന്റെ ഒബ്സർവേഷൻ പറഞ്ഞത്, അതും ദാറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ്. സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. ഓക്കെ, ബൈ. Thank you. Okay. Thank you, sir. Okay, welcome.